നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ഇന്ന് ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി, ബിഗ് ബോസിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോയെന്ന്. അവിടെ അടുക്കളയിലൊക്കെ ഇട്ടേക്കുന്ന ടൈല് ജയ്പൂരിൽ നിന്നാണെന്ന് തോന്നുന്നു. അതെനിക്ക് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്, അത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അവിടെ നിന്നിടുന്നു കൊണ്ടുവന്ന ഒരു കൊട്ടാരത്തിൻ്റെ ടൈലാണെന്നാണ് പറയുന്നത്. അതൊക്കെ കൊണ്ടാണോ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി തോന്നുന്നതെന്ന് അപ്പാനി ശരത്തിനോടൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു നെഗറ്റീവ് എനർജിയെക്കുറിച്ച് ബിഗ് ബോസിൽ അപ്പാനി ശരത്തും ശൈത്യയും തമ്മിലൊരു ചർച്ച അവിടെ ഉണ്ടാവുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് ചോദ്യം ചോദിക്കുന്നത്. അതായത് അപ്പാനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായി. അതായത് അനുമോൾ കാലിൽ തൊട്ട് തൊഴുതതിന് ശേഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അനുമോളിൻ്റെ എന്തെങ്കിലും ഇതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ളതെന്നാണ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പാനിക്ക്. ഇതേപോലെ തന്നെ ആദ്യ വീക്കിലൊക്കെ ശൈത്യയ്ക്ക് ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ശൈത്യ അവിടെ പറയുന്നുണ്ട്. പക്ഷേ അത് അനുവിൻ്റെ ബേസിസിലല്ല പറയുന്നത്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും ഇന്ന് പിടിച്ച് ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി, നിങ്ങളിവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുമെന്നും പറഞ്ഞിട്ട് പ്രേതശല്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൽ പ്രേതശല്യം എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ട്. എന്തായാലും ലാലേട്ടൻ ഇത് ചോദിക്കേണ്ടത് ഇത് തമാശ രൂപേണ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പാനിക്ക് ഭയങ്കര ഷെയിമായെന്ന് തോന്നുന്നു. വായിലെല്ലാം വിരലും വെച്ച് കടിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. അങ്ങനെ എന്തായാലും അപ്പാനിയും ശൈത്യം കൂടിയുള്ളൊരു ടോക്കായിരുന്നു ഇങ്ങനെ ഇത്രയും വരെ എത്തിയത്. എന്തായാലും അതായത് ഇങ്ങനെ കാലിൽ വീഴുന്നതിനെ കുറിച്ചും ലാലേട്ടൻ അനുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ കാലിൽ വീഴുന്നത്, അത്രയും മഹത്തമായ ഒരു കാര്യമല്ലേ, നമ്മളുടെ കാലിൽ വീഴുമ്പോൾ അത്രയും എനർജി നമ്മുടെ കാൽപാദങ്ങളിൽ വരും എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ അനുവിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട്, ഞാൻ ആരോടെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ അവരുടെ കാലിൽ വീണ് മാപ്പ് പറയുമെന്ന് അനുവിൻ്റെ ഒരു രീതിയാണെന്നാണ് അനു അവിടെ പറയുന്നത്. എന്തായാലും ബാക്കിയുള്ള എപ്പിസോഡിൽ നോക്കാം നമുക്ക് പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന്.